ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള തിയറി ഓഫ് കൺസോൾട്ടേഷൻ ആണ് കേട്ടോ. അപ്പൊ ഇതില് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ, ഒന്ന്, ഈ കൺസോൾട്ടേഷൻ തിയറി നമുക്ക് പറഞ്ഞു തന്ന ടെർസാഗിയാണ്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. ദെൻ കൺസോൾട്ടേഷൻ തിയറിയിൽ പറയുന്നത് റേറ്റ് ഓഫ് കൺസോൾട്ടേഷൻ ആണ്. നമ്മൾ പറഞ്ഞ ഒരു സാച്ചുറേറ്റഡ് ക്ലേ സോയിലിനകത്ത് ലോഡ് അപ്ലൈ ചെയ്താൽ അത് കൺസോൾട്ടേറ്റ് ആവും എന്ന് പറഞ്ഞു. പക്ഷെ ഓരോ സോയിലിനും ഓരോ ലോഡിനനുസരിച്ചും അതിന്റെ റേറ്റ് വ്യത്യാസമുണ്ട്. ഇപ്പൊ എല്ലാ സോയിലും ഒരേപോലെ അല്ലല്ലോ കൺസോൾട്ടേറ്റ് ആവുക, അതിന്റെ സമയമൊക്കെ വ്യത്യാസം എടുക്കും. അപ്പൊ അത് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനെയാണ്, അതിനെ പറ്റിയാണ് ഈ തിയറി ഓഫ് കൺസോൾട്ടേഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കാം, ഈ ഫിഗറിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ക്ലേ ലെയർ. ഇപ്പൊ സാച്ചുറേറ്റഡ് ക്ലേ ലെയർ ആണെന്ന് വിചാരിക്കും. അതിന്റെ മുകളിലും താഴെയും സാൻഡ് ലെയർ ഉണ്ട്. സാൻഡ് ലെയർ കൊടുത്തിരിക്കുന്നത് അവിടെ നിങ്ങൾ ലോഡ് അപ്ലൈ ചെയ്താൽ ഏറ്റവും മുകളിൽ കാണാൻ പറ്റും ലോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിലുള്ള വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് സാൻഡ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഡെൽറ്റ സിഗ്മ പറഞ്ഞ ലോഡ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അവിടുത്തെ ലോഡ്. ഇതാണ് ക്ലേ ലെയർ, ആണ് നമ്മുടെ കൺസോളിഡേഷൻ നടക്കുന്ന സോയിൽ. ഓക്കെ, അപ്പൊ അതിനകത്ത് ലോഡ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള വെള്ളം മകളെ കേൾക്കുന്നുണ്ടോ? ഒന്നൊന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞ സാധനം കാണുന്നുണ്ടോ? ഇടയ്ക്കൊന്ന് കട്ടായി. ഓക്കെ, നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ ഈ തിയറിയിൽ പറയുന്നത് ഇതാണ്, ഞാൻ പറഞ്ഞല്ലോ, ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ വെള്ളം പുറത്തേക്ക് പോകും. വെള്ളം പുറത്തേക്ക് പറഞ്ഞാൽ വെള്ളം കാരണം ഉണ്ടാകുന്ന പ്രഷർ എന്താണ്? ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ അല്ലെങ്കിൽ പോർ പ്രഷർ. നമ്മൾ ഓൾറെഡി പഠിച്ചാണ് അല്ലെ? ആ പോർ പ്രഷർ അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിനകത്ത് ചേഞ്ച് വരും നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ. അത് ഡെപ്തിലും ചേഞ്ച് ഉണ്ടാവും, ടൈമിലും ചേഞ്ച് ഉണ്ടാവും അല്ലെ? ഇപ്പൊ ഈ ക്ലേ ലെയറിൽ മുകളിലുള്ള പ്രഷർ ആവില്ല താഴെ ഉണ്ടാവുക. അപ്പൊ ഡെപ്തിനനുസരിച്ച് പ്രഷർ ചേഞ്ച് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ കൺസോൾട്ടേഷൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാലുള്ള പ്രഷർ ആവില്ല 1 മണിക്കൂർ കഴിഞ്ഞാലുള്ള പ്രഷർ അല്ലെ? പ്രഷർ കുറയും, കാരണം സമയം പോകുന്നതിനനുസരിച്ച് വെള്ളം പുറത്തേക്ക് പോകല്ലേ. അപ്പൊ ആ ഒരു ചേഞ്ച് എങ്ങനെയാണ് സമയത്തിനനുസരിച്ചും ഡെപ്തിനനുസരിച്ചും ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ അല്ലെങ്കിൽ പോർ പ്രഷർ മാറുന്നത്, അതാണ് തിയറി ഓഫ് കൺസോൾട്ടേഷനിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനനുസരിച്ചാണ് റേറ്റ് ഓഫ് കൺസോൾട്ടേഷൻ വ്യത്യാസം വരിക. അതിൽ കുറച്ച് അസംഷൻസ് ഒക്കെ ഉണ്ട് ഈ ഒരു തിയറി ഓഫ് കൺസോൾട്ടേഷന് വേണ്ടിയിട്ട്. സോയിൽ ഹോമോജനസ് ുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, അതിനകത്ത് ആ പ്രഷറിൽ മാറ്റം വരും. ഓക്കെ, സോ ആ പ്രഷർ മുകളിലൂടെയും താഴിലൂടെയാണ് വെള്ളം പുറത്തേക്ക് പോവുക. അതിനനുസരിച്ച് വരുന്ന മാറ്റമാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്താൽ. ഞാൻ ആ ഫിഗറിൽ അതിന്റെ വേരിയേഷൻസ് കാണിച്ചു. ഒന്നുകൂടെ കാണിക്കാം കേട്ടോ. നിങ്ങൾ ശരിക്കും ആ സ്ലൈഡിലേക്ക് ശ്രദ്ധിക്കണേ. നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ആണ്, ആദ്യം ശ്രദ്ധിച്ചു. എന്നിട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻ ആണ്, ശരിക്കും ശ്രദ്ധിച്ചിട്ട് പറഞ്ഞേ. ഇപ്പൊ ആ ക്ലേ ലെയറിനെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ വാട്ടർ അതിന്റെ ഏറ്റവും ടോപ്പിൽ ഉണ്ടാവാം, മിഡിലൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഏറ്റവും മുകളിലും ഏറ്റവും താഴെയും വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഡ്രെയിനേജ് കൊടുത്തിട്ടുണ്ട് സാൻഡ് ലെയർ ആയിട്ട്. അപ്പൊ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം എവിടെയുള്ള വാട്ടർ പാർട്ടികളാണ് പുറത്തേക്ക് എസ്കേപ്പ് ആവുക? പറയാൻ പറ്റുമോ? ടോപ്പ് ആണോ, മിഡിലാണോ, അതോ ബോട്ടാണോ? ആ, ടോപ്പിൽ അല്ലെ? ഏറ്റവും ടോപ്പിലും ബോട്ടത്തിലും ഒരേപോലെ കേട്ടോ. കാരണം ടോപ്പിലുള്ളത് നേരെ മുകളിലേക്ക് പോകാൻ പറ്റും, ബോട്ടത്തിലുള്ള നേരെ താഴോട്ടും വെള്ളത്തിന് പോകാൻ പറ്റും. മിഡിലുള്ളതാണ് കുറച്ച് സമയം എടുക്കുക. അപ്പൊ അതിലെ പ്രഷർ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ പ്രഷർ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ പ്രഷർ കുറയുന്നത് ഇവിടെ ഒരു ആനിമേഷൻ ആയിട്ട് കാണിച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചോളൂ. എയും ബിയും കാണിക്കുന്നത് ഏറ്റവും ടോപ്പിലെയും ബോട്ടത്തിലെയാണ്. ഡി എന്ന് പറയുന്നത് നടുവിലുള്ള പൈപ്പാണ്. അപ്പൊ നോക്കിക്കോളൂ എങ്ങനെ പോകുന്നത്. എയിലും ബിയിലും പെട്ടെന്ന് പ്രഷർ താഴും അല്ലെ? ഡിയിലെ അത് മെല്ലെ താഴും, കുറച്ചൊന്ന് താഴ്ന്ന് പിന്നെ അത് മെല്ലെ മെല്ലെ മെല്ലെയാണ് ഡിയില് അത് താഴോട്ട് വരിക. കുറച്ചധികം സമയം എടുക്കും. ഓക്കെ, അപ്പോ ഇവിടെ നിങ്ങൾ അറിയേണ്ട കാര്യത്രേ ഉള്ളൂ.
ആ ഇക്വേഷൻ ആണത്. നിങ്ങളുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഡോ യു ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു സി വി ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ സെഡ് സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡോ യു ബൈ ഡോ ടി എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദി ചേഞ്ച് ഇൻ പോർ വാട്ടർ പ്രഷർ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. വാട്ടർ പ്രഷറിന്റെ ചേഞ്ച് ആണ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ടി എന്ന് പറഞ്ഞ ടൈമാണ്. ഓക്കെ, യു എന്ന് പറഞ്ഞാല് ഹൈഡ്രോസ്റ്റാറ്റിക് അല്ലെങ്കിൽ പോർ പ്രഷർ അല്ലെ, നമുക്കറിയാവുന്നതാണ്. ഓക്കെ, ടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടൈമാണ്. ടൈമിനനുസരിച്ച് പ്രഷർ കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ സെഡ് എന്ന് പറഞ്ഞാൽ സോയിലിന്റെ ഡെപ്ത് ആണ്. ഓക്കെ, പിന്നെ ഉള്ളൊരു ടേം സി വി ആണ്. അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് അല്ലെങ്കിൽ ഒരു കോയിഫിഷ്യന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് ഡോ യു ബൈ ഡോ ടി എന്ന് വെച്ചാൽ പ്രഷറിന്റെ വേരിയേഷൻ വിത്ത് ടൈം ഈസ് ഈക്വൽ ടു എ കോയിഫിഷ്യൻ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ സ്ക്വയർ അല്ലെ. ഡെപ്തിന്റെ വേരിയേഷനുമായിട്ട് എന്തോ ഒരു ബന്ധം ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, so here CV is the coefficient of consolidation. Okay, so ഞാൻ തിയറി ഓഫ് കൺസോളിഡേഷൻ ഒന്നുകൂടെ പറയാം, ഒന്ന് ശ്രദ്ധിച്ചോളൂ എല്ലാവരും. നിങ്ങൾ അതിൽ ഓർത്ത് വെക്കേണ്ട കാര്യം, ഒന്ന് ടെർസാഗിയാണ് അത് തന്നത്. അത് നമുക്ക് തരുന്നത് ഒരു ക്ലേ സോയിലില് കൺസോളിഡേഷൻ നടക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ അല്ലെങ്കിൽ വാട്ടർ പ്രഷർ എങ്ങനെയാണ് ഡെപ്തിനനുസരിച്ചും അതേപോലെ ടൈമിനനുസരിച്ചും മാറുക എന്നുള്ളതാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. ഡോ യു ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു സി വി ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ സെഡ് സ്ക്വയർ അല്ലെ. ഡോ യു ബൈ ഡോ ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വാട്ടർ പ്രഷർ അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ വിത്ത് ടൈം ഈസ് ഈക്വൽ ടു സി വി എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ ആണ്, ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് ചേഞ്ച് ഇൻ വാട്ടർ പ്രഷർ അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ വിത്ത് ഡെപ്ത്. മക്കളെ കാര്യം മനസ്സിലായോ? ഒന്ന് ചാറ്റ് ബോക്സിൽ ഓക്കെ പറഞ്ഞേ. കാര്യം മനസ്സിലായെങ്കിലും ഓക്കെ പറഞ്ഞേ പ്ലീസ്. മനസ്സിലായോ? യാ, ഓക്കെ ഓക്കെയാണ്. ഓക്കെ. അപ്പോ ഇതിലാദ്യം നിങ്ങൾ തിയറി ഓഫ് കൺസോളിഡേഷൻ നിങ്ങൾ പറഞ്ഞു. ഇതിൽ ഇനി നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് നിങ്ങൾ ലാസ്റ്റ് പറഞ്ഞ സി വി, കോയിഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ. ഓക്കെ, അത് നമുക്ക് അത്യാവശ്യമാണ്. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് പറയണം. ആ സി വി കണ്ടെത്താൻ നമുക്കുള്ള ആദ്യത്തെ ഇക്വേഷൻ നിങ്ങൾ നോട്ട് ചെയ്തോളൂ. പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുള്ളതാണ്. ആ ഇക്വേഷൻ നോട്ട് ചെയ്യുക. താഴെ കൊടുത്ത ഇക്വേഷൻ നോട്ട് ചെയ്യുക. സി വി കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ ഇസ് ഈക്വൽ ടു കെ ഡിവൈഡഡ് ബൈ എം വി ഗാമ ഡബ്ല്യു. കെ എന്ന് പറഞ്ഞാൽ പെർമബിലിറ്റി ആണ്. കെ എന്ന് പറഞ്ഞാൽ പെർമബിലിറ്റി ആണ്. കോഎഫിഷ്യന്റ് ഓഫ് പെർമബിലിറ്റി കെ, കോഎഫിഷ്യന്റ് ഓഫ് പെർമബിലിറ്റി നമ്മൾ പഠിച്ചതാണ്. എം വി എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് വോളിയം ചേഞ്ച്. നമ്മൾ ഈ ചാപ്റ്ററിൽ ബേസിക് ഡെഫിനിഷൻ പഠിച്ചതാണ്. കോഎഫിഷ്യന്റ് ഓഫ് വോളിയം ചേഞ്ച് എം വി എന്ന് പറഞ്ഞത്. ഗാമ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ. നോട്ട് ചെയ്യൂ ഒന്ന് നോട്ട് ചെയ്ത് നോക്കൂ. സി വി ഇസ് ഈക്വൽ ടു കെ ബൈ എം വി ഗാമ ഡബ്ല്യു. കെ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് പെർമബിലിറ്റി ആണ്. എം വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് വോളിയം ചേഞ്ച് ആണ്. ഗാമ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. ഓക്കെ, യെസ്. ഇതിന് വേറെ ഇക്വേഷൻ ഉണ്ട്, നമ്മൾ അതിലേക്ക് വരാം കേട്ടോ. ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് തന്നെയാണ്. കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ സി വി എന്ന് പറയുന്ന ഒരു ടേം ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഹെഡിങ് അങ്ങനെ എഴുതി വെക്കുക, കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ അല്ലെങ്കിൽ സി വി. നോട്ട് ചെയ്യൂ കേട്ടോ. പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുണ്ട്, ശ്രദ്ധിക്കണേ. സി വി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അതാണ് കെ ബൈ എം വി ഗാമ ഡബ്ല്യു. കെ നമ്മൾ പറഞ്ഞു. അതേപോലെ ആൾസോ വി ഹാവ് വൺ മോർ ഇക്വേഷൻ. ഈ ഇക്വേഷൻ രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. രണ്ട് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്. അത് നോട്ട് ചെയ്യാം. ഒന്നാമത്തെ സി വി സിക്കൽ ടു കെ ബൈ എം വി ഗാമ ഡബ്ല്യു. രണ്ടാമത്തെ സി വി സിക്കൽ ടു ടി വി ഡി സ്ക്വയർ ബൈ ടി. ഇവിടെ ടി വി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈം ഫാക്ടർ. നോട്ട് ചെയ്യണേ, നിങ്ങളുടെ ബുക്കിൽ നോട്ട് ചെയ്തു കേട്ടോ. ടി വി എന്ന് പറഞ്ഞാൽ ടൈം ഫാക്ടർ ആണ്. സ്മോൾ ഡി എന്ന് പറഞ്ഞാൽ ഡ്രെയിനേജ് പാത്ത് ഇൻ സെന്റിമീറ്റർ അല്ലെങ്കിൽ മീറ്റർ, ഏതും ആവാം. ഡിസ്റ്റൻസ് ആണ്. ഡി എന്ന് പറഞ്ഞാൽ ഡ്രെയിനേജ് പാത്ത് ഡിസ്റ്റൻസിലാണ്. ടി എന്ന് പറഞ്ഞാൽ ടൈം ഫോർ കൺസോൾട്ടേഷൻ. ടൈമിന്റെ ഏത് യൂണിറ്റോ ആവാം, മിനിറ്റോ സെക്കൻഡോ അവറോ ഏതും ആവാം കേട്ടോ. ഇത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസിന്റെ ഏത് യൂണിറ്റും ആവാം. എന്ന് വെച്ചാൽ സെന്റിമീറ്റർ ആവാം, മീറ്റർ ആവാം, കിലോമീറ്റർ ആവാം, ഏതോ. ഇത് ടൈമാണ്. ടൈമിന്റെ ഏത് യൂണിറ്റും ആവാം കേട്ടോ. ടൈമിന്റെ ഏത് യൂണിറ്റ് എന്ന് വെച്ചാൽ സെക്കൻഡ് ആവാം, മിനിറ്റ് ആവാം, അവർ ആവാം, പിന്നെ ഡേ ആവാം, മന്ത് ആവാം, ഇയർ ആവാം, ഒക്കെ ആവാം കേട്ടോ. ഓക്കെ ആണോ? നോട്ട് ചെയ്തോ? ഓക്കെ ആണോ? ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞേ. ഇക്വേഷൻ നോട്ട് ചെയ്യണേ, ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് നോട്ട് ചെയ്ത് പറഞ്ഞേ പ്ലീസ്. ഓക്കെ, ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ മക്കളെ. യാ, ശ്രീരാജ്, സഖി, ഓക്കെ, ഗുഡ്.
ഓക്കെ, യെസ്. കൺസോൾട്ടേഷൻ കോയിഫിഷ്യന്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു ടി വി എന്ന ടേമിന് യൂണിറ്റ് ഇല്ല അല്ലേ. പിന്നെ ഉള്ളത് ഡിസ്റ്റൻസ് സ്ക്വയർ ബൈ ടൈം ആണ് എൻ്റെ യൂണിറ്റ് കേട്ടോ. ഡിസ്റ്റൻസ് സ്ക്വയർ ഇപ്പോൾ സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്നോ സെന്റിമീറ്റർ സ്ക്വയർ പെർ മിനിറ്റ് എന്നൊക്കെയാണ് വരിക യൂണിറ്റ് കേട്ടോ. ഈ സീവിന്റെ യൂണിറ്റ് ഞങ്ങൾ അങ്ങനെ അല്ലേ, സെന്റിമീറ്റർ സ്ക്വയർ പെർ മിനിറ്റ് എന്നോ അല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ മീറ്റർ സ്ക്വയർ പെർ ഇയർ എന്നൊക്കെ വരാം. ഓക്കെ, ഡിസ്റ്റൻസ് സ്ക്വയർ ബൈ ടൈം ആണ് വരിക. ഇനി കോയിഫിഷ്യൻ ഓഫ് കൺസോൾട്ടേഷൻ സി വി ഈക്വൽ ടു ടി വി ഡി സ്ക്വയർ ബൈ ടി നമുക്കറിയാം. അതിന്റെ വാല്യൂസിൽ ഒന്നാമത്തെ ടേം ആണ് ടൈം ഫാക്ടർ ടി വി. ടി വി നമുക്ക് കണ്ടുപിടിക്കാൻ, അത് യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി ആണ് നമ്മൾ പറഞ്ഞു, അത് കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഒന്ന്, ഇഫ് ദ ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ, യു എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ ആണ്, പോർ പ്രഷർ അല്ല കേട്ടോ. യു എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ യു ആണത്, ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ ആണ്, ശ്രദ്ധിക്കണേ. യു എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ ആണ്. എന്ന് വെച്ചാൽ എത്രത്തോളം കൺസോൾട്ടേറ്റഡ് ആയി എന്നുള്ളതാണ്, എത്രത്തോളം കൺസോൾട്ടേറ്റഡ് ആയി എന്നുള്ളതാണ് യു എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ 60% കുറവാണെങ്കിൽ ടൈം ഫാക്ടർ ഇസ് ഈക്വൽ ടു ടി വി ഇസ് ഈക്വൽ ടു പൈ ബൈ 4 യു ബൈ 100 സ്ക്വയർ. നോട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. പൈ ബൈ 4 ഇൻറ്റു യു ബൈ 100 സ്ക്വയർ. യു എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ. നോട്ട് ചെയ്ത ആളുകളൊന്നും ഓക്കെ പറഞ്ഞ ചാറ്റ് ബോക്സിൽ. ടി വിന്റെ ഇക്വേഷൻ, ടി വി യുവിന്റെ വാല്യൂ 60 കുറവാണ്, 60 കുറവാണെങ്കിൽ പൈ ബൈ 4 ഇൻറ്റു യു ബൈ 100 സ്ക്വയർ, പൈ ബൈ 4 ഇൻറ്റു യു ബൈ 100 സ്ക്വയർ. നോട്ട് ചെയ്ത ആളുകളൊന്ന് ചാറ്റ് ബോക്സിൽ ഓക്കെ പറഞ്ഞേ. നോട്ട് ചെയ്ത് കഴിഞ്ഞ ആളുകൾ ചാറ്റ് ബോക്സിൽ ഒന്ന് ഓക്കെ പറയൂ. ആ ഓക്കെ ഓക്കെ, ഗുഡ്. ഓക്കെ, 5/4 ഇൻറ്റു 2/100 സ്ക്വയർ. ഓക്കെ, ഇനി 60 കൂടുതലാണെന്നുള്ള ഇക്വേഷൻ നോക്കിക്കോളൂ. 60 കൂടുതലാണെന്ന ഇക്വേഷൻ വലിയൊരു ഇക്വേഷൻ ഇവിടെ കാണാൻ പറ്റും. ടി വി ഈസ് ഈക്വൽ ടു 1.781 മൈനസ് 0.933 ഇൻറ്റു ലോഗ് 100 മൈനസ് യു. ഇതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുള്ളതാണ്, വിട്ടുപോകരുത് കേട്ടോ. നോട്ട് ചെയ്തേ, 1.781 മൈനസ് 0.933 ഇൻറ്റു ലോഗ് 100 മൈനസ് യു. യു എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ ആണ്. നോട്ട് ചെയ്ത് കഴിഞ്ഞ ആളുകളെ ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞേ. നോട്ട് ചെയ്ത് കഴിഞ്ഞ ആളുകൾ ഒന്ന് ചാറ്റ് ബോക്സിൽ ഓക്കെ പറയൂ കേട്ടോ. ഓക്കെ, ആ സീമദാസും സുഹാനും സഖി സരിക, ഗുഡ്, വെരി ഗുഡ് അല്ലേ. അപ്പോ സി വി കോയിഫിഷ്യൻ ഓഫ് കൺസോൾട്ടേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടി വി ഡി സ്ക്വയർ ബൈ ടി എന്നാണ്. അതിൽ ടി വി എന്ന് പറഞ്ഞാൽ ടൈം ഫാക്ടർ ആണ്. അത് കണ്ടുപിടിക്കാൻ രണ്ട് ഇക്വേഷൻ ഉണ്ട് ബേസ്ഡ് ഓൺ ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ. ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ 60 അതിൽ കുറവോ ആണെങ്കിൽ ആദ്യത്തെ ഇക്വേഷൻ ഉപയോഗിക്കുക, പൈ ബൈ 4 ഇൻറ്റു യു ബൈ 100 സ്ക്വയർ. അതുപോലെ യുവിന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ 60% കൂടുതലാണെന്നുണ്ടെങ്കിൽ ടി ബി ഈസ് ഈക്വൽ ടു 1.781 മൈനസ് 0.933 ഇൻറ്റു ലോഗ് 100 മൈനസ് യു അല്ലെ. ഇതിന്റെ വാല്യൂ ഒക്കെ നമുക്ക് വരുന്നത് എങ്ങനെ നോക്കാം കേട്ടോ. അപ്പൊ യു എന്ന് പറയാൻ പറഞ്ഞു ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ ആണ്. ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്താ പറഞ്ഞത്? കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ സോയിൽ സെറ്റിൽ ആവുന്നതാണ്, സോയിൽ കംപ്രസ് ആവുന്നല്ലേ. അപ്പൊ ഒരു സോയിൽ, പക്ഷെ ഇത് ശരിക്കും ശ്രദ്ധിക്കണേ, എല്ലാവരും ശരിക്കും എന്നെ ശ്രദ്ധിക്കട്ടെ, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ എന്താന്ന് പറയാണ് ഇൻ പെർസെൻറ്റേജ്. ശ്രദ്ധിക്കും. നമ്മൾ പറഞ്ഞു ഒരു സോയിൽ കൺസോൾട്ടേറ്റഡ് ആവാന്ന് പറഞ്ഞാൽ കംപ്രസ് ആവാണ് അല്ലെങ്കിൽ സെറ്റിൽ ആവാണ്. അപ്പോൾ ഒരു ക്ലേ സോയിൽ നിങ്ങൾ ലോഡ് കൊടുത്ത് അതിന്റെ മാക്സിമം ലോഡ് കൊടുത്ത് അതിന്റെ മാക്സിമം സെറ്റിൽമെന്റ് ഉണ്ടാവും, ഫൈനൽ സെറ്റിൽമെന്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10 സെന്റിമീറ്റർ ആണ് ഒരു സോയിലിന്റെ ഫൈനൽ സെറ്റിൽമെന്റ് എങ്കിൽ പിന്നെ അതിൽ കൂടുതൽ സെറ്റിൽ ആവില്ല, നിങ്ങൾ എന്ത് കൊടുത്താലും ആവില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സോയിൽ, ഇപ്പൊ 10 സെന്റിമീറ്റർ ആണെങ്കിൽ അങ്ങനെയുള്ള ഒരു സോയിലിൽ നിങ്ങൾ കുറച്ചു നേരം ലോഡ് കൊടുത്താൽ ചിലപ്പോൾ 2 സെന്റിമീറ്റർ ആയിരിക്കും സെറ്റിൽ ആവുണ്ടാവുക. അപ്പൊ അവിടുത്തെ ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ആ 2 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ 10, കാരണം ടോട്ടൽ ഫൈനൽ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ 10 ആണ്, ഇൻറ്റു 100 ആണ്. അതാണ് ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. ആദ്യം ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ 50% ആണ് വിചാരിക്കാം. 50% ആണെങ്കിൽ ടൈം ഫാക്ടർ കാണാൻ നമ്മൾ ഒന്നാമത്തെ ആണോ രണ്ടാമത്തെ ആണോ ഇക്വേഷൻ ഉപയോഗിക്കുക? ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ, എല്ലാവരും ആലോചിച്ചിട്ട് പറയാം. ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ 50 ആണ്, 50 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്നാമത്തെ ആണോ രണ്ടാമത്തെ ആണോ ഇക്വേഷൻ ഉപയോഗിക്കുക ഫോർ ടൈം ഫാക്ടർ? ഒന്ന് പറയൂ. ഫസ്റ്റ് അല്ലേ, കാരണം എന്താണ്? 60% കുറവാണത്. വെരി ഗുഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യത്തെ ഇക്വേഷൻ ഉപയോഗിച്ചു, ടി വി ഈസ് ഈക്വൽ ടു
കാണാം, സൈഡിൽ കാണാൻ പറ്റും അല്ലെ. ടി വി ഈക്വൽ ടു പൈ ബൈ 4 ഇൻറ്റു യു ബൈ 100 സ്ക്വയർ. യുവിന്റെ വാല്യൂ എത്രയാണ്? 50 ആണ് അല്ലെ. അപ്പൊ അവിടെ കാണാൻ പറ്റും പൈ ബൈ 4 ഇൻറ്റു 50 ബൈ 100 സ്ക്വയർ. യു വിൽ ഗെറ്റ് 0.196. ഇത് നിങ്ങൾ ഓർത്ത് വെക്കണേ, നമുക്ക് ആവശ്യമുള്ളതാണ്. 50% വരുന്ന ടി വിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.196 ആണ്. അത് മറന്നു പോയത് കേട്ടോ. 0.196. എല്ലാവരും ആ വാല്യൂ ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തേ. 0.196 ആ വാല്യൂ എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേ. 0.196 ഒന്ന് ടൈപ്പ് ചെയ്യും. 0.196 0.196 അല്ലെ. ടൈം ഫാക്ടർ ഫോർ 50% കൺസോൾട്ടേഷൻ 0.196. ടൈം ഫാക്ടർ ഫോർ 50% കൺസോൾട്ടേഷൻ 0.196. വെരി ഗുഡ്. ഇനി അത് 60% ആണെങ്കിലോ? ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ 60% ആണെങ്കിൽ ഒന്നാമത്തെ ആണോ രണ്ടാമത്തെ ആണോ ഇക്വേഷൻ ഉപയോഗിക്കുക? ഫസ്റ്റ് ഓർ സെക്കൻഡ്? ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞേ. യുവിന്റെ വാല്യൂ 60% ആണെങ്കിൽ ഫസ്റ്റ് അല്ലെ. ഫസ്റ്റ് അല്ലെ, കാരണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഉപയോഗിക്കാം അല്ലെ. അപ്പൊ പൈ ബൈ 4 ഇൻറ്റു യു ബൈ 100 സ്ക്വയർ എന്ന് വരുമ്പോൾ പൈ ബൈ 4 ഇൻറ്റു 60 ബൈ 100 സ്ക്വയർ അല്ലെ. നമുക്ക് ഇവിടെ കാണാനുണ്ട് പൈ ബൈ 4 ഇൻറ്റു 60 ബൈ 100 സ്ക്വയർ. എത്ര ടിവിന്റെ വാല്യൂ ഒന്ന്? ടൈം ഫാക്ടർ ഇസ് ഈക്വൽ ടു 0.283. ടൈം ഫാക്ടർ ഇസ് ഈക്വൽ ടു 0.283. ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞേ. ആ വാല്യൂ ഒന്ന് ചാറ്റ് ബോക്സിൽ എഴുതിക്കുക. 0.283 വാല്യൂ 0.283 അല്ലെ. ടൈം ഫാക്ടർ ഫോർ 60% കൺസോൾട്ടേഷൻ 0.283. വെരി ഗുഡ്. ടൈം ഫാക്ടർ ഫോർ 60% കൺസോൾട്ടേഷൻ 0.283. ഗുഡ്. ഓക്കെ. ഇനി ഇൻ കേസ് ദി വാല്യൂ ഓഫ് ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ ഈസ് 90% ആണെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? ഒന്ന് പറഞ്ഞേ. 90% ആണെങ്കിൽ ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ? സെക്കൻഡ്. കാരണം എന്താ? 60%ക്കാളും കൂടുതലാണ് അല്ലെ. ഗുഡ്. അപ്പൊ നമ്മൾ അത് അപ്ലൈ ചെയ്താൽ ഇക്വേഷൻ ഇതാണ്. ടി ബി ഈസ് ഈക്വൽ ടു 1.781 മൈനസ് 0.933 log 100 മൈനസ് യു അല്ലെ. ഇക്വേഷൻ മാറി. രണ്ടാമത്തെ ഇക്വേഷൻ ആണ് അല്ലെ. സെക്കൻഡ് ഇക്വേഷൻ ആണ് ഉപയോഗിക്കുക അല്ലെ. 1.781 മൈനസ് 0.933 log 100 മൈനസ് യു അല്ലെ. 1.781 മൈനസ് 0.933 log 100 മൈനസ് യുവിന്റെ ഭാഗത്ത് നമ്മൾ എന്തോ 90 കൊടുത്തു. കാരണം 90 അല്ലേ. അപ്പൊ 90 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.848 ആണ് കേട്ടോ. 0.848. ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞ വാല്യൂ. 90% കൺസോൾട്ടേഷന് വേണ്ടിയിട്ടുള്ള ടൈം ഫാക്ടർ 0.848 ആണ്. 0.848. 0.848. ഗുഡ്. അപ്പോ 50% ആകുമ്പോൾ 0.196, 60% ആകുമ്പോൾ 0.283, 90% ആകുമ്പോൾ 0.848. ഇത് നിങ്ങൾക്ക് വാല്യൂ കാണാതെ പഠിക്കണം എന്നില്ല. കാണാതെ പഠിച്ച എളുപ്പമാണ്. ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ. അപ്പോൾ നമ്മള് കോഎഫിഷ്യന്റ് ഓഫ് കൺസോൾട്ടേഷൻ എന്നുള്ള ഇക്വേഷൻ CB is equal to TVD square by Tയിലെ TV ആണ് ഇപ്പൊ പറഞ്ഞത്. ഫസ്റ്റ് ഫാക്ടർ പറഞ്ഞു അല്ലെ. TV എന്നുള്ള ഫസ്റ്റ് ഫാക്ടർ നമ്മൾ പറഞ്ഞു. ഇനി അതിലുള്ള D ആണ്, സ്മോൾ d. D എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് ഡ്രെയിനേജ് പാത്ത്. നോട്ട് ചെയ്യണത് സ്മോൾ d എന്ന് പറഞ്ഞാൽ ഡ്രെയിനേജ് പാത്ത് ആണ്. ഡ്രെയിനേജ് പാത്ത് എന്ന് പറഞ്ഞാൽ ആ സോയിലിനകത്ത് നിന്ന്, ഇപ്പൊ ഞാൻ അവിടെ കാണിക്കാം, ശ്രദ്ധിച്ചോളൂ. അപ്പൊ അവിടെ നമുക്ക് ക്ലേ ലെയർ ഉണ്ട്. ക്ലേ ലെയറിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകാൻ എത്ര ദൂരം സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് സ്മോൾ d എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇനി നിങ്ങൾ ആൻസർ പറയണേ. നിങ്ങൾ ആ ഫിഗറിലേക്ക് ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഈ ഫിഗറിൽ ശ്രദ്ധിച്ചാലേ ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഇതിനകത്ത് ഏറ്റവും താഴെ ഒരു വാട്ടർ പാർട്ടിക്കിൾ ഉണ്ടായിരിക്കും. താഴെ വരച്ചു. ഇതിന്റെ താഴേക്ക് വെള്ളത്തിന് പോകാൻ പറ്റില്ല, കാരണം ഇത് ഇംപെർമബിൾ ലെയർ ആണ്, ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഇത് പുറത്തേക്ക് പോകണമെങ്കിൽ സൈഡിക്ക് തീരെ പറ്റില്ല. സൈഡ് നമ്മൾ ലോക്ക്ഡ് ആണ്, സൈഡ് പറ്റില്ല. നിങ്ങൾ ആലോചിക്കണം. കാരണം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1 ഡയമെൻഷണൽ കൺസോൾട്ടേഷൻ ആണ്. ഒരു ഭാഗത്തേക്ക് മാത്രമേ കൺസോൾട്ടേറ്റ് ആവുള്ളൂ. അപ്പൊ ഇത് വെള്ളം പുറത്തേക്ക് പോകണമെങ്കിൽ മേലുള്ള പെർമബിൾ ലെയറിലൂടെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ പറയാ, ഈ താഴെയുള്ള വാട്ടർ പാർട്ടിക്കിൾസിന് പുറത്തേക്ക് പോകണമെങ്കിൽ എത്ര ദൂരം സഞ്ചരിക്കണം? ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞേ. എത്ര ദൂരം? ആ സോയിലിന്റെ തിക്നെസ് H ആണ് കേട്ടോ. സോയിലിന്റെ തിക്നെസ് H ആണ്. അങ്ങനെയാണെങ്കിൽ അത് പുറത്തേക്ക് പോകണമെങ്കിൽ എത്ര? സിനിഷ പറയുന്നത് H. അതിന്റെ തിക്നെസ് എത്രയാണ്? അത്രയും ദൂരം സഞ്ചരിക്കണം അല്ലെ. അപ്പൊ അതാണ് മാക്സിമം ദൂരം അതിന് സഞ്ചരിക്കേണ്ടി വരിക. കാരണം ഏറ്റവും മുകളിലാണെങ്കിൽ പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ പറ്റും അല്ലെ. പകുതിയിലാണെങ്കിൽ അതിന് h/2 ദൂരം സഞ്ചരിച്ചാൽ മതി. പക്ഷെ ഏറ്റവും കൂടുതൽ ഏതാണ്? താഴെയുള്ളതാണ് അല്ലെ. അതേപോലെ അല്ലെ. ഞാൻ ഇവിടെ കാണിച്ചാണ് ആ വാട്ടർ പാർട്ടിക്കിൾസിന്റെ D എന്ന് പറഞ്ഞാൽ അല്ലെ. ഇപ്പൊ ഇവിടെ കാണാൻ പറ്റി
ഡി ഈക്വൽ ടു എച്ച് തോന്നും. ഇനി ഇവിടെ നോക്കൂ നിങ്ങള്, ഒന്നുകൂടെ കാണിക്കാമെന്ന് വായിച്ചോട്ടെ. രണ്ടും പെർമബിൾ ആണ്. നിങ്ങൾ നോക്കിക്കോളൂ, ഫിഗറിൽ നോക്കിക്കോളൂ. മേലെ നമുക്ക് വെള്ളം പോകാൻ പറ്റും, താഴെയും പോകാൻ പറ്റും അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരിക മിഡിലുള്ള ആളാണ് അല്ലെ. മിഡിലുള്ള വാട്ടർ പാർട്ടിക്കിൾസിനാണ് ഏറ്റവും കൂടുതൽ സഞ്ചരിക്കേണ്ടി വരിക. എത്രയാണ് സഞ്ചരിക്കേണ്ടി വരിക? ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞേ. മിഡിലുള്ള h/2 അല്ലെ, മുഹമ്മദ് ജസീൽ h/2 അല്ലെ. അപ്പൊ ഇവിടുത്തെ ഡി എന്ന് പറഞ്ഞാൽ ഡ്രെയിനേജ് പാത്ത് എന്ന് പറഞ്ഞാൽ h/2 ആണ്. കാണാൻ പറ്റും ഇവിടെ പാർട്ടിക്കിൾസിന് h/2. അത് മേൽക്കും പോവാ അല്ലെങ്കിൽ താഴത്തേക്കും പോവാ, എങ്ങോട്ട് പോവാണെങ്കിലും അതിന്റെ ദൂരം സെയിം ആണ് അല്ലെ. അപ്പൊ ഡ്രെയിനേജ് പാത്ത് എന്ന് പറഞ്ഞാൽ ആ വാട്ടർ പാർട്ടിക്കിൾ സഞ്ചരിക്കേണ്ട ദൂരമാണ്. ഇവിടെ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നെങ്കിൽ ക്വസ്റ്റിനകത്ത് സിംഗിൾ ഡ്രെയിൻഡ് എന്ന് പറയും. സിംഗിൾ ഡ്രെയിൻഡ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഭാഗത്തേക്ക് മാത്രം പോകാൻ പറ്റുന്നതാണ്. അവിടെ ഡ്രെയിനേജ് പാത്ത് ഈസ് ഈക്വൽ ടു h തന്നെയാണ്, തിക്നെസ് തന്നെയാണ്. ഇനി അല്ലെങ്കിൽ ഡബിൾ ഡ്രെയിൻഡ് ആണ്. ഡബിൾ ഡ്രെയിൻഡ് എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്തേക്കും പോകാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആ തിക്നെസിന്റെ പകുതിയാണ്. മക്കളെ കാര്യം മനസ്സിലായോ? ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞേ, മനസ്സിലായോ? ഒന്ന് പറയൂ പ്ലീസ്. ചാറ്റ് ബോക്സിൽ ഓക്കെ പറയൂ. യാ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ സിംഗിൾ ഡ്രെയിൻഡ്, ഡബിൾ ഡ്രെയിൻഡ് അല്ലെ. ഡിന്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട് സിംഗിൾ ഡ്രെയിൻഡ് ആണെങ്കിൽ h തന്നെയാണ്, ഡബിൾ ഡ്രെയിൻഡ് ആണെങ്കിൽ h/2 ആണ്. ഇനി ക്വസ്റ്റ്യനിൽ സിംഗിൾ ഡ്രെയിൻഡ് എന്നോ ഡബിൾ ഡ്രെയിൻഡോ ഒന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ഫിഗർ വരച്ചു നോക്കിയാൽ മതി. അവർ ഫിഗർ തരും, അല്ലെങ്കിൽ അവർ പറയും, നമ്മൾ അതിനനുസരിച്ച് വരച്ചു നോക്കിയാൽ മതി. അപ്പോൾ പെർമബിൾ ലെയറോ ഇംപെർമബിൾ ലെയറോ നോക്കിയാൽ മതി കേട്ടോ. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. നമുക്ക് അതിലേക്ക് വരാം. ഒരു എക്സാമ്പിൾ കേട്ടോ. ഇവിടെ നിന്നാണ് എ ക്ലേ ലെയർ 4 മീറ്റർ തിക്ക്. അപ്പോൾ നമ്മൾ പറയേണ്ടതാ ഒരു ക്ലേ ലെയർ ഉണ്ട്, 4 മീറ്റർ തിക്നെസ് ആണ് അതിന്. അണ്ടർഗോസ് 50% കൺസോൾട്ടേഷൻ. 50% കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ യുവിന്റെ വാല്യൂ 50% ആണ് ഡിഗ്രി കൺസോൾട്ടേഷൻ ഇൻ 1 ഇയർ അല്ലെ. അപ്പോ കൺസോൾട്ടേഷൻ നടക്കും, 50% കൺസോൾട്ടേഷൻ നടക്കാൻ വേണ്ടിയുള്ള ടൈം ഇവിടെ എടുത്തത് 1 വർഷമാണ്, 1 ഇയർ ആണ് എടുത്തത്. അണ്ടർ ഡബിൾ ഡ്രെയിൻഡ് എന്ന് പറഞ്ഞാൽ ഡി ഈസ് ഈക്വൽ ടു എന്താ വരിക? നിങ്ങളൊന്ന് പറഞ്ഞേ, ഡിന്റെ വാല്യൂ എന്താ അവിടെ വരിക? h ആണോ h/2 ആണോ? ഡബിൾ ഡ്രെയിൻഡ് എന്ന് പറഞ്ഞാൽ h ആണോ h/2 ആണോ? ഒന്ന് പറഞ്ഞേ. h/2. യാ വെരി ഗുഡ്. ഇവിടെ h എത്രയാണ്? 4 മീറ്റർ അല്ലെ. h എന്ന് പറഞ്ഞാൽ 4 മീറ്റർ, തിക്നെസ് 4 മീറ്റർ അല്ലേ. അപ്പൊ അതിന്റെ വാല്യൂ എത്ര വരും? ഒന്ന് പറഞ്ഞേ, വാല്യൂ എത്ര വരും? ഡ്രെയിനേജ് പാത്തിന്റെ വാല്യൂ എത്ര വരും? ഡിന്റെ വാല്യൂ h/2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 2 അല്ലെ. വെരി ഗുഡ്. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ഡി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞു, ഡി എന്ന് പറഞ്ഞാൽ h/2 ആണ്. h എന്ന് പറഞ്ഞാൽ 4 ആണ്, അപ്പൊ 4/2 ആണ്. ഇസ് ഈക്വൽ ടു 2 മീറ്റർ അല്ലെ. ഇനി നിങ്ങളോട് ചോദിച്ചത് ഡിറ്റർമിൻ ദി കോഎഫിഷ്യന്റ് ഓഫ് കൺസോൾട്ടേഷൻ. നിങ്ങളോട് ചോദിച്ചത് സിവിന്റെ വാല്യൂ കണ്ടെത്താൻ. ഓക്കെ, ആദ്യം സിവിന്റെ വാല്യൂ കണ്ടെത്താനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം 4 മീറ്റർ തിക്ക് ക്ലേ ലെയർ തന്നു, യുവിന്റെ വാല്യൂ 50%, ടൈം 1 ഇയർ. ഓക്കെ, കെന്റെ വാല്യൂ കോഎഫിഷ്യന്റ് ഓഫ് പെർമബിലിറ്റി തന്നിട്ടുണ്ട് 0.02 മീറ്റർ പെർ ഇയർ. അവിടെ നിൽക്കട്ടെ. ഓക്കെ, നമുക്ക് ആദ്യം വേണ്ടത് ടി കണ്ടുപിടിക്കാനാണ്, സി വി കണ്ടുപിടിക്കാനാണ്. സി വി ഈക്വൽ ടു ടി ഡി സ്ക്വയർ ബൈ ടി. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, യുവിന്റെ വാല്യൂ 50% ആണ് തന്നിട്ടുണ്ട്, ഡിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു 2 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ യുവിന്റെ വാല്യൂ 50% ആണെങ്കിൽ നമുക്ക് ആദ്യം വേണ്ട ടൈം ഫാക്ടർ ആണ്. ടൈം ഫാക്ടറിന്റെ വാല്യൂ എത്രയായിരിക്കും? ഫോർ 50%. 50%ന് ടൈം ഫാക്ടർ ടീമിന്റെ വാല്യൂ എത്രയാണ്? ഒന്ന് പറഞ്ഞേ, ആർക്കും ഓർമ്മ ഉള്ളത് നോക്കാലോ. ടൈം ഫാക്ടർ 0.196 സഹല അല്ലെ, സരിക വെരി ഗുഡ്, 0.196 അല്ലെ. അപ്പോ ടീവിന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇവിടെ നമുക്ക് കിട്ടിയ സാധനം അല്ലെ, ടൈം ഫാക്ടറിന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്തു? 0.196. ഡ്രെയിനേജ് പാത്തിന്റെ വാല്യൂ നമുക്കറിയാം 2 മീറ്റർ ആണ്. ടൈം ഫോർ കൺസോൾട്ടേഷൻ നമ്മളിവിടെ പറഞ്ഞത് 1 ഇയർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. ഈ ടൈം ഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കാം. 50% കൊടുത്തിട്ടുണ്ടെങ്കിൽ 0.196 കിട്ടും. ഡ്രെയിനേജ് പാത്ത് നമ്മൾ ഡബിൾ ഡ്രെയിൻഡ് ആയതുകൊണ്ട് h/2 ആണെന്ന് പറഞ്ഞു, ടി ഈക്വൽ ടു 2 മീറ്റർ ആണെന്ന് പറഞ്ഞു അല്ലെ. സോ കൺസോൾട്ടേഷൻ ഇസ് ഈക്വൽ ടു സി വി ഈക്വൽ ടു ടി വി ഡി സ്ക്വയർ ബൈ ടി അല്ലെ. 0.196 ഇൻറ്റു 2 സ്ക്വയർ ബൈ 1 അല്ലെ. അപ്പൊ 0.784. ഡി എന്ന് പറഞ്ഞാൽ മീറ്ററിലാണ് ഉപയോഗിച്ചത് അല്ലെ, 2 മീറ്റർ അല്ലേ. ടൈം ഇയറിലാണ്, അപ്പൊ വാല്യൂവിന്റെ യൂണിറ്റ് വരുന്നത് മീറ്റർ സ്ക്വയർ പെർ ഇയർ. 0.784 മീറ്റർ സ്ക്വയർ പെർ ഇയർ. മക്കളെ മനസ്സിലായോ? ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞു ഓക്കെ ആണോ? ഒന്ന് ചാറ്റ് ബോക്സ് പറയൂ പ്ലീസ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, യാ ഗുഡ്, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഗുഡ്, താങ്ക് യു. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം.
ഇനി നമുക്ക് ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ടോ? നമുക്ക് പറയാം, ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഇവിടെ അങ്ങോട്ട് ഒന്നുകൂടെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ചോദിച്ചത് ഇഫ് ദി കോയിഫിഷ്യന്റ് ഓഫ്, അടുത്ത ക്വസ്റ്റ്യന്റെ ബാക്കി, ഇഫ് ദി കോയിഫിഷ്യന്റ് ഓഫ് പെർമബിലിറ്റി കെന്റെ വാല്യൂ എന്നുണ്ട്. കെന്റെ വാല്യൂ 0.002 ആണെങ്കിൽ നിങ്ങളോട് ചോദിച്ചത് ഡിറ്റർമിൻ ദി കോയിഫിഷ്യന്റ് വോളിയം ചേഞ്ച് കണ്ടുപിടിക്കാൻ. അത് കെ തന്നിട്ട് ഇതിൽ തന്നെ നിങ്ങളോട് MB കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ കാണിച്ചാൽ എങ്ങനെയാന്നുള്ളത് ശ്രദ്ധിച്ചോളൂ. ഇവിടെ നോക്കുക, നമുക്ക് CV കണ്ടുപിടിക്കാൻ ഇങ്ങനെ ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്. ഓക്കെ, നമുക്കിപ്പോ CV കിട്ടിയത് 0.784 ആണ്. CVന്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 0.784 ആണ്. ആ CV is also equal to K/MB ഗാമ W. ഇവിടെ കെന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, ഗാമ ഡബ്ല്യൂന്റെ വാല്യൂ നമുക്കറിയാം അല്ലെ. കെന്റെ വാല്യൂ 0.02 മീറ്റർ പെർ ഇയർ ആണ് തന്നിട്ടുണ്ട്. MB എന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ യൂണിറ്റ് വെയിറ്റ് ആണ്, ഡെൻസിറ്റി ആണ്, അത് 9.81 ആണ്. സോ നമുക്ക് MB കണ്ടെത്താം. ഓക്കെ, അപ്പൊ MB is equal to, ഇക്വേഷൻ ഒന്ന് ചേഞ്ച് ചെയ്തു, MB is equal to K/CV ഗാമ W. അല്ലെ കെന്റെ വാല്യൂ 0.02, CVന്റെ വാല്യൂ നമ്മൾ കണ്ടെത്തിയതുണ്ട് 0.784 അല്ലെ, 0.784 അത് കിട്ടി. ഇൻറ്റു ഗാമ ഡബ്ല്യൂന്റെ വാല്യൂ നമുക്കറിയാം 9.81 ആണ് അല്ലെ, ഡെൻസിറ്റി ഓഫ് വാട്ടർ 9.81 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും MB is equal to 2.6 × 10⁻³ മീറ്റർ സ്ക്വയർ പെർ കിലോ ന്യൂട്ടൺ. മക്കളെ മനസ്സിലായോ? ചെയ്ത് മനസ്സിലായോ? ഒന്ന് ഓക്കെ പറയാമോ ചാറ്റ് ബോക്സിൽ? ഓക്കെ ആണോ? ഓക്കെ ആണോ? യാ, ഓക്കെ ഓക്കെ അല്ലേ. നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്ന ഒരു കാര്യം. ഓക്കെ, ഗുഡ് ഗുഡ്, വെരി ഗുഡ്. യെസ്, അപ്പൊ ഒരു ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് 2 ക്ലേ ലെയർ, എയും ബി, 2 ക്ലേ ലെയർ ഉണ്ട്, 2 ലെയർ ഉണ്ട് കേട്ടോ. ആർ റെസ്പെക്റ്റീവ്ലി 4 മീറ്റർ ആൻഡ് 5 മീറ്റർ തിക്ക്. അപ്പൊ ആദ്യത്തിന്റെ ലെയർ HA എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്, HB എന്ന് പറയുന്നത് രണ്ടാമത്തിന്റെ തിക്നെസ് 5 മീറ്റർ ആണ്. The time taken for layer A to reach 50% consolidation is 6 months. അപ്പോ TA അല്ലെ, ടൈം ഫോർ 50% കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ 6 months ആണ്. ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് 50% ആണ്. അതേപോലെ അങ്ങോട്ട് ചോദിച്ചത് കാൽക്കുലേറ്റ് ദി ടൈം ടേക്കൺ ബൈ ലെയർ ബി. അങ്ങോട്ട് ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ ടൈം ഫോർ ബി ആണ് ചോദിച്ചത്. ടു റീച്ച് ദ സെയിം ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ, യു 50% ആവാൻ രണ്ടാമത്തെ ലെയറിന് എത്ര സമയം എടുക്കുമെന്നാണ് ചോദിച്ചത്. ഇനി അവർ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ദി കോയിഫിഷ്യന്റ് ഓഫ് കൺസോൾട്ടേഷൻ ഓഫ് ലെയർ ബി എന്ന് വെച്ചാൽ CV ഫോർ ലെയർ ബി ഈസ് ഈക്വൽ ടു ഹാഫ് ദാറ്റ് ഓഫ് എ എന്ന് വെച്ചാൽ ഈസ് ഈക്വൽ ടു CVA ഡിവൈഡഡ് ബൈ 2. എന്റെ കോയിഫിഷ്യന്റിന്റെ പകുതിയാണ് ബി എന്നാണ് പറഞ്ഞത്. ബോത്ത് ദി ലേയേഴ്സ് ഹാവിംഗ് സിംഗിൾ ഡ്രെയിനേജ്. അപ്പൊ രണ്ടിന്റെ കേസിലും D is equal to H തന്നെയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഓക്കെ ആണോ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ മക്കളെ? ഓക്കെ ആണോ? ഒന്ന് ഓക്കെ പറഞ്ഞേ. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ്. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ ലെയർ എ ഉണ്ട്, അതിന്റെ തിക്നെസ് ഇവിടെ തന്നു. ലെയർ എന്റെ ഡീറ്റെയിൽസ് ഇവിടെ തന്നു. 4 മീറ്റർ ആണ്, 50% കൺസോൾട്ടേഷൻ ആണ്, പിന്നെ ടൈം 6 months ആണ്. ഡി എന്ന് പറഞ്ഞാൽ H തന്നെയാണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു 4 മീറ്റർ തന്നെയാണ്. ഇനി അതിന്റെ CVA എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു C. ഇനി ലെയർ ബി എന്ന് പറഞ്ഞാൽ 5 മീറ്റർ ആണ്, തിക്നെസ് കൂടി, ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ സെയിം ആണ്, ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡി എന്ന് പറഞ്ഞാൽ 5 മീറ്റർ ആണ്. ഇതിന്റെ കൺസോൾട്ടേഷൻ കോയിഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ളതിന്റെ CVന്റെ നേരെ പകുതിയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. കൺസോൾട്ടേഷൻ കോയിഫിഷ്യന്റ് is equal to TV d²/T. ആദ്യം ഫോർ ലെയർ എ ശ്രദ്ധിച്ചോളൂ, ശ്രദ്ധിച്ചോളൂ. ലെയർ എക്ക് നമ്മൾ ചെയ്യാണ് 50% കൺസോൾട്ടേഷൻ ആണ്, സോ ടൈം ഫാക്ടർ is equal to 0.196. ഓക്കെ, 0.196. ഇനി CV is equal to, നമുക്കറിയാം ഇക്വേഷൻ ഇതാണ്, TV d²/T. TV 0.196 ആണ്. ഡി നമ്മൾ പറഞ്ഞു സിംഗിൾ ഡ്രെയിൻഡ് ആയതുകൊണ്ട് 4 അല്ലെ, ടൈം എന്ന് പറയുമ്പോൾ 6 ആണെന്ന് പറഞ്ഞു. സോ യു വിൽ ഗെറ്റ് 0.523 മീറ്റർ സ്ക്വയർ പെർ മന്ത് എന്ന് നമ്മൾ ഫോർ ലെയർ എ കണ്ടെത്തി. ഇനി ഫോർ ലെയർ ബിക്കും 50% കൺസോൾട്ടേഷൻ ആണ്, സോ TV ടൈം ഫാക്ടർ 0.196 ആണ്. ഓക്കെ, ഇനി CVB എന്ന് പറഞ്ഞാൽ ബിന്റെ കോയിഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്റെ കോയിഫിഷ്യന്റിന്റെ പകുതിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ കോയിഫിഷ്യന്റ് നമ്മൾ ഇപ്പോൾ കണ്ടെത്തിയില്ലേ? ആ കണ്ടെത്തിയതിന്റെ പകുതി 0.523/2 നമുക്ക് കിട്ടും 0.2615 മീറ്റർ സ്ക്വയർ പെർ മന്ത്.
ഇത്രയും ചെയ്ത് ഓക്കെ ആണോ? ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞോ, ഓക്കെ ആണോ? കംപ്ലീറ്റ് ആയില്ല, പക്ഷെ അത്രയും ചെയ്ത് ഓക്കെ ആണോ? ഓക്കെ ആണോ? ആ ഓക്കെ ആണ്. സുഹാന, സഹല, സീനിയദാസ്, ഓക്കെ, ഗുഡ് ഗുഡ് അല്ലേ? ആ സിൻഷ, ജസീൽ, ഗുഡ് ഗുഡ്. ഓക്കെ, ഇനി നമ്മോട് ചോദിച്ചെന്താണ്? ലെയർ ബിന്റെ സമയമാണ് ചോദിച്ചത്. 50% കൺസോൾട്ടേഷൻ ആവാൻ എത്ര സമയം എടുക്കുന്നതാണ് അല്ലെ? അപ്പൊ നമുക്കറിയാം ഇക്വേഷൻ ഫോർ കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് TB/d²/t ആണ്. അതിന്റെ വാല്യൂ, ബിക്കുള്ള വാല്യൂ നമ്മൾ കണ്ടെത്തി, അതും കിട്ടി. ഓക്കെ, ഇവിടെ ടിവിന്റെ വാല്യൂ നമുക്കറിയാം, ഡിന്റെ വാല്യൂ നമുക്കറിയാം, ടി അല്ലേ കണ്ടെത്താനുള്ളൂ. അപ്പൊ ഇക്വേഷനിൽ നിന്ന് T is equal to TB/d² ആ കോയിഫിഷ്യന്റെ വാല്യൂ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 0.196 into 5², കാരണം ഡിന്റെ വാല്യൂ 5 ആണ് രണ്ടാമത്തെ ലെയറിന്. അങ്ങനെ കണ്ടെത്തിയാൽ നമുക്ക് കിട്ടും 18.74 മന്ത് എന്ന് കിട്ടും. ഓക്കെ ആണോ മക്കളെ? ചെയ്ത് മനസ്സിലായോ? ഒന്ന് ഒരു സ്വർണ്ണ പറഞ്ഞേ, മനസ്സിലായോ? ഒന്ന് പറയൂ പ്ലീസ്. ആ യെസ് യെസ് യെസ്, ഓക്കെ ഗുഡ്, ഓക്കെ ഗുഡ് ഗുഡ് ഗുഡ്, യെസ്. അപ്പൊ ഇങ്ങനെയാണ് കൺസോൾട്ടേഷൻ കോയിഫിഷ്യന്റിന്റെ പ്രോബ്ലംസ് ചെയ്യുന്നത് കേട്ടോ. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്, അത് ശ്രദ്ധിക്കണേ. മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഇത് നമുക്ക് ഞാൻ ആ വീഡിയോനകത്ത്, യൂട്യൂബിന്റെ വീഡിയോനകത്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കട്ടോ. നമുക്ക് ഒരുപാട് സമയമില്ല, അതുകൊണ്ടാണ് അത് ഞാൻ സ്കിപ്പ് ചെയ്ത് പോകുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്ക് ഒന്ന് ഹെഡിങ് ചെയ്ത് വെച്ചേ. ഒരു 10 മിനിറ്റ് കൂടെ ഞാൻ ക്ലാസ് എടുക്കുള്ളൂ, ശ്രദ്ധിക്കാം. കൺസോൾട്ടേഷൻ സെറ്റിൽമെന്റ് ഒന്ന് ഹെഡിങ് ചെയ്ത് വെച്ചേ. കൺസോൾട്ടേഷൻ സെറ്റിൽമെന്റ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു സോയിലില് ലോഡ് കൊടുത്താൽ വെള്ളം പുറത്തേക്ക് പോയി ആ സോയിൽ സെറ്റിൽ ആവും, കംപ്രസ് ആവും. അപ്പൊ ഇത് എത്ര സെറ്റിൽ ആവുന്നു കണ്ടുപിടിക്കണ്ടേ നമുക്ക് എത്രത്തോളം, എത്ര സെന്റിമീറ്റർ താഴോട്ട് പോകുന്നുണ്ടെന്ന സെറ്റിൽമെന്റ് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള മെത്തേഡ്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കൺസോൾട്ടേഷൻ സെറ്റിൽമെന്റ്. ഹെഡിങ് എഴുതിയോ? ഓക്കെ ആണോ? ഹെഡിങ് എഴുതിയോ? ഓക്കെ ആണോ? ഒന്ന് പറഞ്ഞേ, ഓക്കെ ആണോ? ഒന്ന് പറയൂ പ്ലീസ്. ഹെഡിങ് എഴുതിയോ? ഓക്കെ, ആ ജസീൽ ഓക്കെ ആണ്. യാ ഓക്കെ ഓക്കെ. സെന്നു, ഷഹ്മ, ശ്രീരാജ്, ഓക്കെ ഗുഡ് ഗുഡ് ഗുഡ്, ഓക്കെ ഓക്കെ. യാ, അപ്പൊ നമ്മൾ സെറ്റിൽമെന്റിലേക്ക് പോവാണ്. സെറ്റിൽമെന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ 3 മെത്തേഡ് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ സിലബസ് പ്രകാരം നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ ഈ 3 മെത്തേഡാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഒന്നെങ്കിൽ കോയിഫിഷ്യന്റ് ഓഫ് വോളിയം ചേഞ്ച് ഉപയോഗിക്കാം. കോയിഫിഷ്യന്റ് ഓഫ് വോളിയം ചേഞ്ച് എന്ന് പറഞ്ഞാൽ MV ആണ്. MV ഉപയോഗിച്ചുള്ള ഇക്വേഷൻ ആണ് ഒന്ന്. രണ്ടാമത് കോയിഫിഷ്യന്റ് ഓഫ് വോയിഡ് റേഷ്യോ, വോയിഡ് റേഷ്യോ ഉപയോഗിക്കാറുണ്ട് ഡെൽറ്റ ഇ, ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ ഉപയോഗിക്കണം. മൂന്നാമത് കംപ്രഷൻ ഇൻഡെക്സ് CC ഉപയോഗിച്ചുള്ളത്. അപ്പോൾ MV ഉപയോഗിച്ചുള്ള ഇക്വേഷൻ ഉണ്ട്, ഡെൽറ്റ ഇ, സിഗ്മ ഡെൽറ്റ ഇ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ ഉപയോഗിച്ചിട്ടുള്ളത്, അതുപോലെ കംപ്രഷൻ ഇൻഡെക്സ്. ഈ 3 സാധനം ഉപയോഗിച്ചുള്ള ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് തന്നുള്ള പ്രോബ്ലത്തില് ഈ 3 ടേമിലെ ഏത് ടേം ആണ് തന്നത് എന്ന് നോക്കുക. ഓക്കെ, ഒന്നാമത്തെ ആദ്യത്തെ യൂസിങ് വോളിയം ചേഞ്ച് MV ഉപയോഗിച്ചിട്ടുള്ളത്. സോ സെറ്റിൽമെന്റ് ഈസ് ഈക്വൽ ടു MV ഡെൽറ്റ സിഗ്മ H. ഇവിടെ MV ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ? MV എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യന്റ് ഓഫ് വോളിയം ചേഞ്ച് ആണ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു AB ഡിവൈഡഡ് ബൈ 1 പ്ലസ് E0. കാരണം E0 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വോയിഡ് റേഷ്യോ ആണ്. ഇനിഷ്യൽ വോയിഡ് റേഷ്യോ ആണ് E0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇവിടെ ഡെൽറ്റ സിഗ്മ പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ സ്ട്രെസ് ആണ്, അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ലോഡ് ആണ്. ഡെൽറ്റ സിഗ്മ ഇക്വേഷനിലെ ഡെൽറ്റ സിഗ്മ പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ സ്ട്രെസ് ഓർ ഇൻക്രീസ് ഇൻ ലോഡ് ആണ്. H എന്ന് പറഞ്ഞാൽ ടോട്ടൽ തിക്നെസ് ഓഫ് ക്ലേ ലെയർ കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണേ. H എന്ന് പറഞ്ഞാൽ ടോട്ടൽ തിക്നെസ് ഓഫ് ക്ലേ ലെയർ ആണ്, ടോട്ടൽ തിക്നെസ് ഓഫ് ക്ലേ ലെയർ. ഇക്വേഷൻ എഴുതി വെച്ചേ, ഇക്വേഷൻ എഴുതി വെക്കുക. എഴുതി കഴിഞ്ഞവർ ഒന്ന് ഓക്കെ പറയാം ചാറ്റ് ബോക്സിൽ, ഒന്ന് ഓക്കെ പറയൂ പ്ലീസ്. ഇക്വേഷൻ എഴുതി വെക്കുക, കഴിഞ്ഞവർ ഓക്കെ പറയാം. സെറ്റിൽമെന്റ് ഇസ് ഈക്വൽ ടു MV ഡെൽറ്റ സിഗ്മ H. MV ഡെൽറ്റ സിഗ്മ H. MV എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യന്റ് ഓഫ് വോളിയം ചേഞ്ച് കണ്ടെത്താൻ AB ബൈ 1 പ്ലസ് E0. ഡെൽറ്റ സിഗ്മ പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ സ്ട്രെസ്. H എന്ന് പറഞ്ഞാൽ ടോട്ടൽ തിക്നെസ് ഓഫ് ക്ലേ ലെയർ, ടോട്ടൽ തിക്നെസ് ഓഫ് ക്ലേ ലെയർ. അത് ശരിക്കും ശ്രദ്ധിക്കണേ, ക്വസ്റ്റ്യനിലെ ക്ലേ ലെയറിന്റെ മാത്രം ടോട്ടൽ തിക്നെസ് ആണ്. വേറെ സോയിലിനെ പറ്റിയൊക്കെ അവർ പറയുന്നത് ഒന്നും മൈൻഡ് ചെയ്യണ്ട. ക്ലേ ലെയറിന്റെ മാത്രം എടുക്കുക, അതിന്റെ മാത്രം ടോട്ടൽ തിക്നെസ്. ക്ലെയറിന്റെ പകുതി ഒന്നും പോരാ കേട്ടോ. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങളോട് പറയും സെറ്റിൽമെന്റ് പകുതിയിലുള്ള സെറ്റിൽമെന്റ് കണ്ടെത്തേണ്ടത്, ക്ലേന്റെ മിഡിലുള്ള സെറ്റിൽമെന്റ് ആണ് കണ്ടെത്തേണ്ടതെന്ന് പറയും. അവിടെയും നിങ്ങൾ ടോട്ടൽ തിക്നെസ് ആണ് ഉപയോഗിക്കേണ്ടത്, അത് മറന്നു പോകരുത്. ഓക്കെ ആണോ? ഒന്ന് ചാറ്റ് ബോക്സ് പറയണം, ഒന്ന് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ ആണോ? ഓക്കെ ആണോ?
ഒന്ന് പറയൂ പ്ലീസ്. ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ്. യാ, രണ്ടാമത്തെ ഇക്വേഷൻ നോട്ട് ചെയ്തേ. രണ്ടാമത്തെ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്തേ. യൂസിങ് വോയിഡ് റേഷ്യോ. രണ്ടാമത്തെ ഇക്വേഷൻ നോട്ട് ചെയ്യൂ കേട്ടോ. സെറ്റിൽമെന്റ് ഇസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു ഡെൽറ്റ ഇ ബൈ 1 പ്ലസ് ഇ സീറോ. എച്ച് ഇൻറ്റു ഡെൽറ്റ ഇ ബൈ 1 പ്ലസ് ഇ സീറോ. ഇവിടെ ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ ആണ്. ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ. ഇ സീറോ എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വോയിഡ് റേഷ്യോ. എച്ച് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ അതേ മീനിങ് തന്നെയാണ്. ക്ലേ ലെയറിന്റെ മാത്രം ടോട്ടൽ തിക്നെസ്. ക്ലേ ലെയറിന്റെ മാത്രം ടോട്ടൽ തിക്നെസ്. നോട്ട് ചെയ്തേ. സെറ്റിൽമെന്റ് ഇസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു ഡെൽറ്റ ഇ ബൈ 1 പ്ലസ് ഇ സീറോ. എച്ച് എന്ന് പറഞ്ഞാൽ ടോട്ടൽ തിക്നെസ് ഓഫ് ക്ലേ ലെയർ, ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ, ഇ സീറോ എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വോയിഡ് റേഷ്യോ. ഒന്ന് നോട്ട് ചെയ്യും മക്കളെ. എന്നിട്ട് നോക്കിയേ പറഞ്ഞേ. ഓക്കെ പറഞ്ഞു. നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ പറഞ്ഞേ. നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് നോക്കിയാൽ പറയൂ. ഓക്കെ ആണോ? ആ ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ്. ഓക്കെ, മൂന്നാമത്തെ മെത്തേഡ് നമ്മൾ ഈ ഇക്വേഷൻ കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ്. മൂന്നാമത്തെ മെത്തേഡ് കംപ്രഷൻ ഇൻഡെക്സ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇതിലെ സെറ്റിൽമെന്റിന്റെ ഇക്വേഷൻ ഇസ് ഈക്വൽ ടു സി സി ബൈ 1 പ്ലസ് ഇ സീറോ ഇൻറ്റു എച്ച് ലോഗ് സിഗ്മ സീറോ പ്ലസ് ഡെൽറ്റ സിഗ്മ ബൈ സിഗ്മ സീറോ. ഇതിൽ സി സി എന്ന് പറഞ്ഞാൽ കംപ്രഷൻ ഇൻഡെക്സ് ആണ്, നമുക്ക് അറിയാം. ഓക്കെ, സി സി എന്ന കംപ്രഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഒക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്. അതുപോലെ സി സി ഇക്വൽ ടു 0.009 ഇൻറ്റു ലിക്വിഡ് ലിമിറ്റ് മൈനസ് 10 ഉണ്ട്. അൺഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ, റീമോൾഡ് ആണെങ്കിൽ 0.007 ഇൻറ്റു അല്ലേ. പിന്നെ ഇ സീറോ പറഞ്ഞാൽ ഇനിഷ്യൽ വോയിഡ് റേഷ്യോ, എച്ച് എന്ന് പറഞ്ഞാൽ ടോട്ടൽ തിക്നെസ്, സിഗ്മ സീറോ പറഞ്ഞാൽ ഇനിഷ്യൽ സ്ട്രെസ്, ഡെൽറ്റ സിഗ്മ പറഞ്ഞാൽ ചേഞ്ച് ഇൻ സ്ട്രെസ് അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ സ്ട്രെസ്. അത്രയേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഇക്വേഷൻ കൂടെ നോട്ട് ചെയ്യാം കേട്ടോ. സെറ്റിൽമെന്റിന്റെ ഇക്വേഷൻ നോട്ട് ചെയ്താൽ മതി. മറ്റൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സെറ്റിൽമെന്റ് ഇസ് ഈക്വൽ ടു സി സി കംപ്രഷൻ ഇൻഡെക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് ഇ സീറോ ഇൻറ്റു എച്ച് ഇൻറ്റു ലോഗ് ഇനിഷ്യൽ സ്ട്രെസ് സിഗ്മ സീറോ പ്ലസ് ചേഞ്ച് ഇൻ സ്ട്രെസ് ഡെൽറ്റ സിഗ്മ ബൈ സിഗ്മ സീറോ. ഓക്കെ ആണോ? ഇനി സിലബസ് പറഞ്ഞ ഇക്വേഷൻ എഴുതിയോ? നോട്ട് ചെയ്തു. നമുക്ക് പ്രോബ്ലം അടുത്ത ക്ലാസ് ചെയ്യാം കേട്ടോ. പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാം. ഓക്കെ ആണോ മക്കളെ? എന്ന് പറഞ്ഞ ഇക്വേഷൻ ഒന്ന് ഓക്കെ. ഓക്കെ, യാ ഓക്കെ, യെസ്, താങ്ക് യു. സോ അത്രയേ ഉള്ളൂ. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ.